شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله. والصلاة والسلام على أشرف خلق الله سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واذكر في الكتاب مريم إذ انتبذت من أهلها مكانا شرقيا فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا سويا. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: أكثروا ذكر محاسن موتاكم. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا محمد. يا صاحب الوقت جبهتي تحت نعالكم أعوذ بكم نيابة عنكم. اللهم ما قدرت لنا من خير وشرعنا فيه بتوفيقك وتيسيرك فطمنه لنا بأكمل الوجوه وأصوبها فإنك على كل شيء قدير وبالإجابة جدير. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, കരളിലുകെട്ടുകളായ മുതഅല്ലിമുകൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, മഹാന്മാരെ അനുസ്മരിക്കുന്നതിലും ആ അനുസ്മരണത്തെ തുടർന്ന് എന്നും അനുസ്മരിക്കാനുള്ള സൗധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനും അവരെ ഓർക്കുന്നതിനു വേണ്ടി അവരുടെ ഖബറിന്റെ മുകളിൽ കുബ്ബകൾ കെട്ടിയുണ്ടാക്കുന്നതിനും എല്ലാം തെളിവുകൾ ഉണ്ട്. എല്ലാവർക്കും അറിയാം, അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം. അസ്ഹാബുൽ കഹ്ഫ് പരിശുദ്ധ ഈമാൻ സംരക്ഷിക്കുന്നതിനു വേണ്ടി അവർ സഹിച്ച ത്യാഗം, ആ ത്യാഗത്തിന്റെ സ്മരണയായി അവരുടെ മദ്ഹ് പറയൽ സുന്നത്താക്കിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിൽ അവതരിച്ച സൂറത്തുൽ കഹ്ഫ് ഓതൽ സുന്നത്തായി. ആ അൽ കഹ്ഫ് സൂറത്തിൽ പറഞ്ഞ അസ്ഹാബുൽ കഹ്ഫിന്റെ ത്യാഗത്തിന്റെ, ബുദ്ധിമുട്ടുകളുടെ, കട്ടപ്പാടുകളുടെ പേരിൽ
ഈമാനും തൗഹീദും ഇവിടെ നിലനിന്നു എന്ന് അറിയിക്കുന്നതിനു വേണ്ടി ലനത്തഖിദൻ അലൈഹിം മസ്ജിദ, പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചതാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ ആ മക്ബറയുടെ നേരെ മുകളിൽ പള്ളി നിർമ്മിച്ചു. മക്ബറയിലേക്ക് കടക്കുന്നത് ഒരു ഗുഹയിലായതുകൊണ്ട് ഒരു ഭാഗത്തുകൂടെയാണ്. അതിന്റെ മേൽഭാഗത്ത് വലിയ പാറക്കല്ലുകളുണ്ട്. ആ പാറക്കല്ലിന്റെ മുകളിൽ പള്ളിയെടുത്താൽ താഴോട്ട് വീണു പോവുകയില്ല. അത്രയും ഉറപ്പുള്ള പാറക്കല്ലുകളാണ്. അതുകൊണ്ട് തന്നെ അസ്ഹാബുൽ കഹ്ഫിന്റെ ഖബറിന്റെ നേരെ മുകളിൽ പള്ളി നിർമ്മിച്ചു. ആ പള്ളി അവരുടെ സ്മരണയായി നിലനിർത്തി. എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പള്ളിക്ക് കേടുപാടുകൾ വന്നു. അതിന്റെ ശേഷം ആ പള്ളി നിന്ന സ്ഥലത്തു നിന്നും ഒരൽപ്പം മാറ്റിക്കൊണ്ട് അവിടുത്തെ രാജാവ് സ്മരണക്കായി പള്ളി വീണ്ടും നിർമ്മിക്കുകയുണ്ടായി. ഇപ്പോഴും ആ പള്ളി നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാം. അങ്ങനെ മഹാന്മാർ തൗഹീദ് നിലനിർത്തുന്നതിനു വേണ്ടി, ഈമാനിവിടെ നിലനിർത്തുന്നതിനു വേണ്ടി കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആ മഹത്തുക്കളെ അനുസ്മരിക്കുകയും അവരെ പ്രശംസിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നത് ഇസ്ലാമിക ദൃഷ്ട്യാ അംഗീകരിക്കപ്പെട്ടതും അനിവാര്യമായി പഠിപ്പിച്ചിട്ടുള്ളതും ആണ്. സൂറത്തുൽ ലുഖ്മാൻ എല്ലാവർക്കും പരിചയമാണ്. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി യാ ബനിയ്യ ലാ തുശ്രിക് ബില്ലാഹ് എന്ന് തുടങ്ങി ലുഖ്മാനുൽ ഹക്കീം തന്റെ മകനോട് ചെയ്ത ഉപദേശവും നിർദ്ദേശവും അനുസ്മരിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു. ഇത് മരണപ്പെട്ടു പോയവരെ അനുസ്മരിക്കലാണ്. മഹദിയായ മറിയം റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് വദ്കുറു ഫിൽ കിതാബി മറിയമ എന്ന് തുടങ്ങി നീണ്ട ആയത്തുകളും ചരിത്രങ്ങളും അല്ലാഹു തആല പഠിപ്പിക്കുന്നു. ആ കൂട്ടത്തിൽ വമറിയമ ബിനത്ത് ഇമ്രാന അല്ലത്തി അസ്ഫലത് ഫർജഹാ, ഹറാമു ചെയ്യാനും വ്യഭിചാരത്തിനും പൈശാചിക മാർഗത്തിനും സൗകര്യവും സാഹചര്യവും ഉണ്ടായിട്ട് പോലും അതിലേക്കൊന്നും പോകാതെ മഹദിയായ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഗുഹ്യസ്ഥാനത്തെ സൂക്ഷിച്ച പരിശുദ്ധമതിയായ മറിയം എന്ന് പരിശുദ്ധ ഖുർആനിൽ മറിയം റളിയല്ലാഹു അൻഹയെ അനുസ്മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ ഒരു ജനാസ കടന്നുപോയി. സഹാബികൾ അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞു. അപ്പോൾ വജബത്ത് എന്ന് പറഞ്ഞു. അല്പം കഴിഞ്ഞ് മറ്റൊരു മയ്യിത്ത്, ഒരു ജനാസ കടന്നുപോയി. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ഈ മനുഷ്യൻ ഇവിടെ നിന്ന്
മരണപ്പെട്ടത് പോയത് സമുദായത്തിൽ നന്നായി, ജനങ്ങൾ രക്ഷപ്പെട്ടു. അപ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു വജബത്ത് വജബത്ത് എന്ന്. സഹാബത്തിന് തിരിഞ്ഞില്ല. എന്താണ് വജബത്ത്? മാ വജബത്ത് യാ റസൂലല്ലാഹ്, എന്താണ് സ്ഥിരപ്പെട്ടു സ്ഥിരപ്പെട്ടു ഉറച്ചു ഉറച്ചു എന്ന് പറഞ്ഞത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഒന്നാമത്തെ ജനാസയുടെ പേരിൽ നിങ്ങൾ മദ്ഹ് പറഞ്ഞു, പുകഴ്ത്തി പറഞ്ഞു, അതുകൊണ്ട് അല്ലാഹു അത് സ്വീകരിക്കുകയും അദ്ദേഹത്തിന് സ്വർഗം സ്ഥിരപ്പെടുകയും ചെയ്തു. രണ്ടാമത്തെ മനുഷ്യനെ നിങ്ങൾ മോശമായി പറഞ്ഞു, അദ്ദേഹം മോശപ്പെട്ടവനായതുകൊണ്ട് തന്നെ, പക്ഷേ അതും സ്ഥിരപ്പെട്ടു പോയി, അദ്ദേഹത്തിന് നരകം സ്ഥിരപ്പെട്ടു പോയി. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, നിങ്ങൾ ആരുടെയും മോശം പറയരുത്, പഠിപ്പിച്ചു കൊടുക്കുക. മോശമുണ്ടെങ്കിൽ പോലും മരിച്ചുപോയതിന് ശേഷം നിങ്ങൾ അത് പറയരുത്, നിങ്ങൾ നല്ലത് മാത്രം പറയുക. മരിച്ചുപോയവരുടെ നന്മകൾ മാത്രം പറയുക. അല്ലാഹുവിന്റെ ഹബീബ് സഹാബത്തിന് പഠിപ്പിച്ചു, ലോകത്തിന് പഠിപ്പിച്ചു. എന്നാൽ നാം ഇന്ന് അനുസ്മരിക്കുന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമ അസ്സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി, ആ മഹാനവറുകളെ സംബന്ധിച്ച് നല്ലതല്ലാതെ ഒന്നും പറയാനില്ല. ഒരൊറ്റ വാക്കുപോലും, ഒരു ചെറിയ വിഷയം പോലും അവിടത്തെ സംബന്ധിച്ച് നല്ലതല്ലാതെ പറയാൻ ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഈ പ്രസംഗിക്കുന്ന ആലിമീങ്ങളൊക്കെ തങ്ങളുടെ നന്മകൾ പറയുന്നത്. പിന്നെ ഞങ്ങളുടെ അനുസ്മരണ സമ്മേളനം, അനുസ്മരണ യോഗം അനുസ്മരിക്കാനും അതിൽ നിന്ന് ജനങ്ങൾക്ക് ഇൽമ് കിട്ടാനും വേണ്ടിയാണ് ഞങ്ങൾ നടത്തുന്നത്. 3 കോടി ഉറുപ്പിക ചെലവഴിച്ചു. മലപ്പുറം ജില്ലയിൽ സമ്മേളനം നടത്തി. ഒരേ ഒരു വിഷയം, നമ്മളെ എതിർക്കൽ. ഇപ്പൊ 6 കോടി ചെലവഴിച്ചിരിക്കാം. പിന്നെയും നടത്തിയൊരു സമ്മേളനം, ഇല്ലാത്ത ഒരു SYSന്റെ സമ്മേളനം. അങ്ങനൊരു SYS അവർക്കില്ല. ഇൻഷാ അല്ലാഹ് SYSന്റെ യഥാർത്ഥ SYSന്റെ അതിവിപുലമായ സമ്മേളനം ഞങ്ങൾ അടുത്ത് നടത്തുന്നു. അല്ലാഹു അതേ തൗഫീഖ് നൽകുമാറാകട്ടെ. അത് SYS, അത് ഇൻഷാ അല്ലാഹ് അതിന്റെ ചരിത്രം നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവും ഏതാണ് യഥാർത്ഥ SYS. തട്ടിക്കൂട്ടിപ്പുണ്ടാക്കിവിട്ടതല്ല. എന്നിട്ടോ അവിടെയും വിഷയം ഒന്ന് തന്നെ. ജനങ്ങൾക്ക് തിരിച്ചു പോകുമ്പോൾ ഒരു സുബ്ഹാനല്ലാഹെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. ജനങ്ങൾ തിരിച്ചു പോകുമ്പോൾ ആലിമീങ്ങളോട് പ്രിയം വെക്കാനുള്ള പ്രശ്നമില്ല. പള്ളികളിൽ ദർസ് നടത്തണമെന്ന ഒരു പ്രചോദനം ഇല്ല. അല്ലാഹുവിന്റെ ഹബീബിനെ മദ്ഹ് പറയണം, മൗലിദ് നടത്തണം, അതിലൊരു പ്രചോദനമില്ല. പിന്നെ 3 കോടിയല്ല 6 കോടിയോ എത്രയോ ചെലവഴിച്ച് ഒരേ ഒരു ലക്ഷ്യം, നമ്മളെ ചീത്ത പറയൽ മാത്രം. പക്ഷേ എന്റെ പ്രിയപ്പെട്ട ജനങ്ങളോട് ഞാൻ പറയുന്നു, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ലക്ഷ്യമേ ഇല്ല. എന്തുകൊണ്ട്?
പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു, എല്ലാ കാലത്തും എല്ലാ നബിമാർക്കും ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. ആ ശത്രുക്കളുടെ ജോലി എന്താണ്? യൂഹി ബഅ്ളുഹും ഇലാ ബഅ്ളിൻ സുഖ്റുഫൽ ഖൗൽ. ചിലർ മറ്റു ചിലരോട് ഇല്ലാത്ത നുടകളും കള്ളത്തരങ്ങളും പ്രചരിപ്പിച്ചു കൊടുക്കലാണ്. അല്ലാഹു പറയുന്നു, വലൗ ശാഅ റബ്ബുക ലമാ ഫഅലൂഹു. അങ്ങനെ വേണ്ടാന്ന് അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരത് ചെയ്യുമായിരുന്നില്ല. അല്ലാഹു ഇവിടെ ഈമാനുള്ളവരെയും അല്ലാത്തവരെയും തിരിച്ചറിയാൻ, ഈമാനിനെ പരിശോധിക്കാൻ ശത്രുക്കളെ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ഫദറുഹും വമാ യഫ്തറൂൻ, അവർ പറയുന്ന കള്ളത്തരങ്ങളും കുറ്റങ്ങളും അത് അവർ ഏറ്റെടുത്തുകൊള്ളട്ടെ, നിങ്ങളൊരിക്കലും അതിനു വേണ്ടി തിരിഞ്ഞു നടക്കണ്ട എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അതേ സമയത്ത് നമുക്ക് താജുൽ ഉലമയിൽ നിന്ന് കിട്ടിയ പാഠം നമ്മൾ പഠിക്കണം. ഒന്ന്, നിങ്ങൾ കേട്ടു ഇൽമിന്റെ പ്രചാരണം, ദർസിന്റെ ശക്തി നിങ്ങൾ കേട്ടു. താജുൽ ഉലമയുടെ ഇബാദത്ത് നിങ്ങൾ കേട്ടു. ഞാനും അനുഭവസ്ഥനാണ്. രാത്രി കർണാടക സ്റ്റേറ്റിലൊക്കെ വാഴ് പറഞ്ഞ് നേരം വെളുക്കാനാകുമ്പോൾ വന്ന് ഞങ്ങൾ രണ്ടുപേരും തീവണ്ടിയിൽ കയറിയിട്ടുണ്ട്. പണ്ട് 10-15 കൊല്ലം മുമ്പ്. എന്നാൽ സുബഹിയാകുമ്പോൾ സുബഹി നിസ്കരിച്ച് ഞങ്ങൾ പെട്ടെന്ന് ഉറങ്ങുകയാണ്. താജുൽ ഉലമ ദലായിലുൽ ഖൈറാത്ത് ചൊല്ലാതെ ഉറങ്ങില്ല. താജുൽ ഉലമ ഖുർആൻ ഓതാതെ ഉറങ്ങില്ല. സാധാരണ ഓതുന്ന ഖുർആൻ ഓതും, ദലായിലുൽ ഖൈറാത്ത് ചൊല്ലും, മറ്റ് ഔറാദുകളൊക്കെ ചൊല്ലും. സുബ്ഹാനല്ലാഹ്, വഫാത്തിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിനീതനായ ഞാൻ അവിടെ ചെന്നപ്പോൾ വളരെ ക്ഷീണമുണ്ട്, എല്ലാവരും ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവിടത്തോട് ചോദിച്ചു, ഇവിടുത്തെ ഔറാദുകളൊക്കെ ഇപ്പോഴും ചെയ്യാറില്ലേ? ഇന്ന് ഖുർആൻ ഓതിയിട്ടില്ലേ? ഇന്ന് ദലായിലുൽ ഖൈറാത്ത് ചൊല്ലിയിട്ടില്ലേ? എല്ലാം ഉണ്ട്. ബഹുമാനപ്പെട്ടവർ മറുപടി പറയുന്നു, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അങ്ങനെ എല്ലാ ദിവസവും പരിശുദ്ധ ഖുർആൻ, എല്ലാ ദിവസവും സ്വലാത്ത്, എല്ലാ ദിവസവും ദലായിലുൽ ഖൈറാത്ത്, എല്ലാ ദിവസവും ഹദ്ദാദ്, ഇതെല്ലാം ചൊല്ലുന്ന മഹൽ വ്യക്തി ദർസുകൾ മുടക്കാതെ നടത്തുന്നു. അങ്ങനെയുള്ള മഹാൻ സംഘടനയോട് അവിടുത്തെ കൊണ്ടായ ബന്ധം നിങ്ങൾ മനസ്സിലാക്കണം. സമത്വകയുടെ ജബിയത്തുള്ളവരുടെ കീഴ്ഘടകമായി പ്രവർത്തിച്ചു വരുന്ന സമത്വകയുടെ സുന്നി യുവജന സംഘം, അതിന്റെ ഒരു സമ്മേളനം എറണാകുളത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചു. നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. ആ സമയത്ത് ആരോ ചില പ്രസ്താവന ഇറക്കി, പങ്കെടുക്കാൻ പാടില്ല. താജുൽ ഉലമ എന്താണ് ചെയ്തത്? അന്ന് സമസ്ത ആയിട്ടൊന്നുമില്ലല്ലോ. താജുൽ ഉലമ നേരിട്ട് അവിടുത്തെ ഗുരുനാഥനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു
മഹാനവറുകളുടെ അടുക്കൽ പോയി. ഇന്ന് എറണാകുളത്ത് ഇങ്ങനൊരു സമ്മേളനമുണ്ട്. ആ സമ്മേളനത്തിന് പോകാൻ പാടില്ല ചിലരൊക്കെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഞാനെന്ത് ചെയ്യണം? ഇവർക്ക് പറയും പോലെ ചെയ്യാം. ആ കണ്ണിയത്ത് ഉസ്താദ് ഇതാരാ? ഉള്ളാൽ മുദർരിസ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ അല്ലേ? ആ, ഞാൻ എറണാകുളത്ത് പോകണോ പോകണ്ടേ എന്ന് സമ്മതം ചോദിക്കാൻ വന്നതാണ്. ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, എന്താണ് എറണാകുളത്ത്? സമസ്തയുടെ കീഴ്ഘടകമായ യുവജന സംഘത്തിന്റെ ഒരു സമ്മേളനമുണ്ട്, അതിനാണ് ഞാൻ പോകണം. പക്ഷെ പോകണ്ടെന്ന് ചിലർ പറഞ്ഞപ്പോ ഇവിടുത്തെ ഒരു അഭിപ്രായം എനിക്ക് കേൾക്കണം എന്ന് മനസ്സിലാക്കി ഞാൻ വന്നതാണ്. അവിടെ നിന്ന് പറഞ്ഞു, ഉടനെ പോകണം, യാതൊരു മടിയും വേണ്ട, എനിക്ക് സുഖമുണ്ടെങ്കിൽ ഞാനും വരുമായിരുന്നു. ഇത് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞതാണ്. ഞങ്ങൾ കണ്ണിയത്ത് ഉസ്താദിനെയും ശംസുൽ ഉലമയെയും ആരെയും ചീത്ത പറയുന്നവർ അല്ല. പക്ഷേ സംഘടനാപരമായി ചില തെറ്റുകൾ വന്നപ്പോൾ നേരത്തെ നിങ്ങൾ പൊന്മളയിൽ നിന്ന് കേട്ടതുപോലെ ഞങ്ങൾ മാറി നിൽക്കേണ്ടി വന്നു. എന്നാലും ഞങ്ങൾ ചീത്ത പറഞ്ഞ ആൾക്കാരല്ല. അങ്ങനെ ഈ സംഘടന പിളർക്കാനും അതിനെ ഭിന്നിപ്പിക്കാനും ആലിമീങ്ങൾ ഇവിടെ ശക്തിയായി സംഘടിച്ചാൽ അത് ദോഷമാണെന്ന് ചിന്തിക്കുന്ന ചിലർ, അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഏത് കാലവും ഭിന്നിപ്പിന് വേണ്ടി കുതന്ത്രങ്ങൾ മെലിഞ്ഞെടുക്കുന്ന വിഭാഗം ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ ബോഡി വിളിക്കണം എന്ന് പറഞ്ഞ് ചിലർ കോടതിയെ സമീപിച്ചു, മുശാവറ യോഗം വിളിച്ചു. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേസ് നടത്താനും സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് കേസിൽ വിജയം കിട്ടാൻ ആവശ്യമായതൊക്കെ എഴുതി ചേർക്കാനും കൂട്ടിച്ചേർക്കാനും ഒഴിവാക്കാനും എല്ലാം ജനറൽ സെക്രട്ടറിയെ അധികാരപ്പെടുത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ താജുൽ ഉലമ പറഞ്ഞു, അത് പറ്റൂല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് ഒരു നയമുണ്ട്. ആ നയം ഒരിക്കലും ഭേദഗതി വരുത്താൻ പറ്റില്ല, അത് മാറ്റത്തിരുത്തലുകൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത് മാറ്റാനും തിരിക്കാനും ഇഷ്ടം പോലെ ചെയ്യാൻ ഒരു വ്യക്തിയെ ഏൽപ്പിക്കുന്നത് ഞങ്ങൾ അനുവദിക്കുകയില്ല. സമസ്ത ആ പഴയ ലക്ഷ്യത്തിൽ തന്നെ നിൽക്കണം. എന്തിനാണ് നമ്മുടെ പൂർവികന്മാർ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ഉണ്ടാക്കിയത്? അതേ ലക്ഷ്യം ഒരിക്കലും വ്യതിയാനം വരുത്താതെ പരിപൂർണമായി ഇവിടെ നിലനിർത്തുക തന്നെ ചെയ്യും. അതിനെതിരായി രേഖകൾ എഴുതിയുണ്ടാക്കാൻ ഒരു വ്യക്തിയെ മാത്രം ഏൽപ്പിച്ചാൽ അതനുവദിക്കുകയില്ലെന്ന് പറഞ്ഞപ്പോൾ ആകെ ഉണ്ടായിരുന്ന 23 മറ്റോ ആളുകളാണ് അന്ന് ഉള്ളത്. ആ ഉള്ളതിൽ പേര് 11 പേരും ഇറങ്ങിപ്പോന്നു. അത് ഇറങ്ങിയതെന്താ? ആദ്യം തന്നെ
അതാ ഗർജിക്കുന്ന സിംഹത്തെ പോലെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ السيد عبد الرحمن البخاري قدس الله سره മഹാനവറുകൾ പറയുന്നു, ഈ കസേരയിൽ ഇരുന്നുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ലക്ഷ്യത്തിന് വിരുദ്ധമായ ഒന്ന് എഴുതിയുണ്ടാക്കാൻ ഞങ്ങൾക്ക് അനുവാദം തന്നുകൂടാ. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഭൂരിപക്ഷം അനുസരിച്ച് പാസ്സാക്കുമെന്ന്. എന്ത് ഭൂരിപക്ഷം? ആകെ 23 ആളുള്ളതിന് 11 കഴിഞ്ഞാൽ പിന്നെ 13 ആള്, 2-3 ആള് ഭൂരിപക്ഷം ഉണ്ടായിരിക്കും. ഏതോ ആയാലും ഭൂരിപക്ഷവും ന്യൂനപക്ഷവും നോക്കുന്ന പ്രശ്നമല്ല ഇവിടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വ്യക്തമായ ലക്ഷ്യമുണ്ട്. ഈ ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാൻ പാടില്ല. അത് ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞപ്പോ ഭൂരിപക്ഷം എന്ന് കേട്ടപ്പോ, എന്നാൽ അങ്ങനെ ഭൂരിപക്ഷത്തിനൊത്ത് സത്യവിരുദ്ധമായി പാസാക്കുന്നൊരവസ്ഥ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഇനി ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതാ ആദ്യമായി ഇറങ്ങിയത് ബഹുമാനപ്പെട്ട താജുൽ ഉലമയാണ് കേട്ടോ. ആ കാരണം കൊണ്ട് തന്നെയാണ് താജുൽ ഉലമക്ക് ഇന്ന് ലോകം മുഴുവനും സ്ഥാനം കൊടുക്കുന്നത്. സംശയം വേണ്ട. യുപിയിൽ വെച്ച് 7000-ഓളം പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടി അഖിലേന്ത്യാ ജമിയത്തുൽ ഉലമയുടെ യോഗം ചേർന്നു യുപിയിൽ. ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട മിയാ ഉൽ മുസ്തഫ പ്രസിഡന്റായും ഞാൻ സെക്രട്ടറിയായും കമ്മിറ്റി തെരഞ്ഞെടുക്കപ്പെട്ടു. 40 അംഗങ്ങളുള്ള അഖിലേന്ത്യാ ജമിയത്തുൽ ഉലമ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇത് കഴിഞ്ഞപ്പോൾ ഏകസ്വരത്തിൽ അവിടെ നിന്നൊരു ശബ്ദം, ഹമാരെ കമ്മറ്റ് കെ ലിയേ ഏക് സർപരസ്ത് ഹോനാ ചാഹിയേ ഓ സയ്യിദ് അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി ഹേ. ഉറുദുക്കാരായ പണ്ഡിതന്മാർ, ആ നാട്ടിലുള്ള പണ്ഡിതന്മാർ പറയുന്നു, നമുക്കിതിലൊരു അഡ്വൈസറി വേണം. ഈ സംഘടനയ്ക്ക് മേലെ ഒരു അഡ്വൈസറി വേണം. അത് താജുൽ ഉലമയാണ്. എങ്ങനെ യുപിക്കാർക്കത് മനസ്സിലായത്? ആ യോഗത്തിൽ ഒരുമിച്ച് കൂടിയപ്പോൾ ബഹുമാനപ്പെട്ട താജുൽ ഉലമ വെറും 2 വാക്ക് മാത്രം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 5 മിനിറ്റ് സമയം മാത്രമാണ് അറബിയിൽ അവിടുന്ന് പ്രസംഗിച്ചത്. ആ പ്രസംഗിച്ചതിന്റെ കട്ടി ആ പണ്ഡിതന്മാർക്ക് മനസ്സിലായി. ഇതൊരു പണ്ഡിതനാണ്, ഞങ്ങൾക്ക് സർപ്രസ്തായിരിക്കാൻ, ഞങ്ങൾക്ക് അഡ്വൈസറായിരിക്കാൻ, നേതാവായിരിക്കാൻ അർഹതയുണ്ട് എന്ന് യുപിയിലെ 7000-ഓളം വരുന്ന പണ്ഡിതന്മാർക്ക് മനസ്സിലായി എങ്കിൽ ആ ഗർജിക്കുന്ന സിംഹത്തെപ്പോലെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഇറങ്ങി എന്ന കാരണം ആണ്. അതുകൊണ്ട് തന്നെ ലോകം മുഴുവനും ആദരിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ബാസ് മാലിക് മക്കയിൽ നിന്ന് എന്നെ വിളിക്കുന്നു. എന്താണ് വിളിച്ചു ചോദിക്കുന്നത്? സയ്യിദ് അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി വഫാത്തായി അല്ലേ? അദ്ദേഹത്തിന്റെ പേരിൽ ഞങ്ങൾ പരിശുദ്ധ മക്കയിൽ വലിയൊരു ജനാസ നിസ്കാരം സംഘടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടത്തെ ജനാസ കുളിപ്പിച്ചു കഴിഞ്ഞാൽ വിവരം തരണം. കുളിപ്പിക്കുന്നതിന്റെ മുമ്പ് മയ്യിത്ത് നിസ്കരിക്കാൻ പാടില്ലല്ലോ. കുളിപ്പിച്ചു കഴിഞ്ഞാൽ വിവരം തരണം. പിന്നീട് വലിയ ജമാഅത്ത് സംഘടിപ്പിച്ചു. പരിശുദ്ധ മക്കയിലും മദീനയിലും ലോകത്തിന്റെ മുഴുവൻ ഭാഗത്തും ബഹുമാനപ്പെട്ട താജുൽ ഉലമക്ക് ജനലക്ഷങ്ങൾ ഹൃദയത്തിന്റെ വേദനയോടുകൂടി ജനാസ നിസ്കരിച്ചു. അതാ എട്ടിക്കുളം അറിയപ്പെട്ടുപോയി. അറിയപ്പെട്ടുപോയി.
സംഘടിപ്പിച്ചു. പരിശുദ്ധ മക്കയിലും മദീനയിലും ലോകത്തിന്റെ മുഴുവൻ ഭാഗത്തും എങ്ങനെ ബഹുമാനപ്പെട്ട താജുല്ലമക്ക് ജനലക്ഷങ്ങൾ ഹൃദയത്തിൽ അവിടുന്ന് വിവരം ലഭിക്കുമ്പോൾ പിന്നെ തിരിഞ്ഞു നോക്കാതെ ജനങ്ങളുടെ വരവായില്ലേ. ഞാൻ അവിടെ എത്തുമ്പോൾ പോകുന്ന വഴിക്ക് ഒരു അമ്പലത്തിന്റെ പരിപാടി നടക്കുക. അപ്പൊ ഇവിടെ വലിയ ബുദ്ധിമുട്ടാണ്, ബ്ലോക്കായി പോകും എന്ന് കരുതി ഞാൻ വേറെ വഴിക്ക് പോയി. പിന്നെ കേട്ടുനോക്കുമ്പോ അവരൊക്കെ അത് നിർത്തിവെച്ചു. അവിടുത്തെ ഹിന്ദുക്കൾ നിർത്തിവെച്ചു. താജുല്ലമക്ക് വേണ്ടി ഞങ്ങളുടെ പരിപാടി നിർത്തിവെച്ചു. വാഹനങ്ങൾ പോകാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. എന്നിട്ട് അവസാനം 12 കിലോമീറ്റർ 15 കിലോമീറ്റർ ദൂരമെത്തിയപ്പോൾ വാഹനം നീങ്ങില്ല. اللهم حوالينا ولا علينا اللهم حوالينا ولا علينا اللهم حوالينا ولا علينا اللهم حوالينا ولا علينا يا أرحم الراحمين اللهم حوالينا ولا علينا يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين ارحم بنا يا رؤوف المساكين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരല്പസമയം ഇൻഷാ അല്ലാഹ് അല്ലാഹു കണക്കാക്കിയതൊക്കെ ഉണ്ടാവും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവിടുത്തെ എല്ലാ ആളുകളും താജുല്ലമക്ക് കാണാൻ പോകാൻ വഴിയൊരുക്കി കൊടുക്കുന്നു, വണ്ടികൾ നിർത്താൻ സമയം ചെയ്തു കൊടുക്കുന്നു. അതൊന്നുമില്ല. വഴിയൊരുക്കി കൊടുക്കുന്നു. രാവും പകലും ഒന്നായി ജനങ്ങൾ. പക്ഷേ ചിലർക്ക് മാത്രം അല്ലാഹു അഅലം എന്തേ പറ്റിയത് എന്ന് നമുക്കറിയില്ല. കട ഉദ്ഘാടനത്തിനും ചെറിയ ഇസ്ലാമിക ഉദ്ഘാടനത്തിനും ഒക്കെ കാറും എടുത്തിട്ട് കാസർഗോഡ് വരെ പോകുന്ന ചില ആളുകൾക്ക് താജുല്ലമക്ക് പോകാൻ ദൂരം കയറിപ്പോയി. ആ മൈക്ക് നനയാതിരിക്കാനല്ലേ ഇവിടുത്തെ കൂടെ. അല്ലാഹു തആല നമുക്ക് ഖൈർ ചെയ്തു തരട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല. നിങ്ങൾക്ക് ഇനിയും 1-2 പ്രസംഗം കേൾക്കാനുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, അങ്ങനെ സുബ്ഹാനല്ലാഹ് ജനലക്ഷങ്ങളതാ കുതിച്ച് അതാണ് പറ്റി ഒഴുകുന്നത് പോലെ വെട്ടിക്കുളത്തേക്ക് വരുന്നു. ജനങ്ങൾക്ക് ഒരു നോക്ക് ജനാസ കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ആ ജനാസ കണ്ടിട്ടില്ലെങ്കിലും ഹുമുൽ ഖൗമു ലാ യസ്ഖാ ജലീസുഹും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഹുമുൽ ഖൗമു അവർ ഒരു ജനതയാണ്, ലാ യസ്ഖാ ജലീസുഹും അവരുമായി അടുത്തിരിക്കുന്നവർ ഒരിക്കലും പിഴച്ചു പോയില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കളെ, അല്ലാഹുവിന്റെ മഹാന്മാരായ ആലിമീങ്ങളെ കണ്ടു അഹ്ലുബൈത്തിനെ അവരെ അടുത്തു നിൽക്കുന്നവർക്ക് വരെ പ്രതിഫലമുണ്ട്. അവർ ശഖിയാവൂല, അവർ സഈദാകും, അവർ വിജയിക്കും എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതിന്റെ പേരിൽ അതാ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതിന്റെ പേരിൽ അതാ
താജുൽ ആ കറിയയിലേക്ക് കടന്നാൽ മതി, ആ സ്ഥലത്തേക്ക് കടന്നാൽ മതി, ഞങ്ങൾക്ക് ബറക്കത്ത് കിട്ടുമെന്ന് കരുതി താജുൽ ആ കറിയയിലേക്ക് കടന്നാൽ മതി, ആ സ്ഥലത്തേക്ക് കടന്നാൽ മതി, ഞങ്ങൾക്ക് ബറക്കത്ത് കിട്ടുമെന്ന് കരുതി അതാണ് ഒഴുകുകയാണ്. എത്ര സമയമാണ് ആവശ്യമാണ് ഏറ്റവും ഇതുപോലെയുള്ള ഒരു ബാലാലി വന്നുകൊണ്ട് ജനാധിപത്യം നടന്നത്. എത്ര സമയമാണ് സഹോദരങ്ങളെ, പിന്നെയും പിന്നെയും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ ചെയ്തത്. അഗ്രതരാജ നിസ്കാരം ഒരുപാട് പ്രാവശ്യം നടത്തി പിന്നീട് ഖബറടക്കം കഴിഞ്ഞതിന്റെ ശേഷം ഖബറിന്റെ മുകളിൽ വന്ന് ജനങ്ങൾ മയ്യത്ത് നിസ്കരിക്കുന്നു. അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ജനലക്ഷങ്ങളുടെ ഹൃദയം എന്തുകൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞതെന്ന് നിങ്ങൾ ചിന്തിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഇദാ അഹബ്ബല്ലാഹു റജുലൻ നാദാ ജിബ്രീൽ. അല്ലാഹു തആല ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് വിളിച്ചു പറയും, ഓ ജിബ്രീലേ, ഞാൻ ഇന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളും ഇഷ്ടപ്പെടണം. അഗ്ഗലേതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ മലായിക്കത്ത് മുഴുവനും അതാ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ അല്ലാഹുവിന്റെ മലക്കുകൾ മുഴുവനും ഇഷ്ടപ്പെടുമ്പോൾ അവർക്ക് മുഅ്മിനീങ്ങൾക്ക് സ്വീകാര്യത നൽകപ്പെടുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വദ്ദാ. സത്യവിശ്വാസികളും സൽക്കർമ്മികളുമായ മഹാന്മാർ അവർക്ക് അല്ലാഹു തആല പ്രിയത്തെ ആക്കിക്കൊടുക്കും എന്ന് ഖുർആൻ പറഞ്ഞതിന്റെ തഫ്സീറാണ് ഈ ഹദീസിൽ പറഞ്ഞത്. അതുതന്നെയാണ് മൊയ്‌നുദ്ദീൻ മാലിയിൽ ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കൊടി നീളം അത്തീര ഉള്ളവർ എന്ന് ഖാദി മുഹമ്മദ് തങ്ങൾ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം വഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് ബർക്കത്ത് ചൊരിഞ്ഞു തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് നല്ല മജ്‌ലിസാക്കി തരുമാറാകട്ടെ. ഈ ക്ഷമിക്കുന്ന ജനങ്ങൾക്ക് മുഴുവനും അല്ലാഹു സ്വർഗം നൽകണേ. അല്ലാഹ് താജുല്ലുലമയോടുള്ള പ്രിയം, സയ്യിദിനോടുള്ള പ്രിയം, അഹ്ലു ബൈത്തിനോടുള്ള പ്രിയം, അൽമിനോടുള്ള പ്രിയം, അത് മാത്രമാണ് ജനങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്. അത് മാത്രമാണ് ജനങ്ങളെ ഇവിടെ ഇരുത്തുന്നത്. നീ അത് കബൂൽ ചെയ്യണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് വേറെ യാതൊരു ലക്ഷ്യവുമില്ലെന്ന് നീ അല്ലാമുൽ ഗൂബായ പിന്നെ പറയാം, അല്ലാമുൽ ഗൂബായ അല്ലാഹു നമ്മുടെ ഹൃദയം അറിയുന്നുണ്ട്. അല്ലാഹു നമ്മുടെ ഹൃദയം അറിയുന്നുണ്ട്. നമ്മൾ ഈ സമ്മേളനം സംഘടിപ്പിച്ചത്, മറ്റ് സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത്, അനുസ്മരണമുണ്ടാക്കുന്നത് അല്ലാഹുവിന്റെ മഹ്ബൂബിങ്ങളോടുള്ള പ്രിയം കൊണ്ട് തന്നെയാണ്. അല്ലാഹുവിന്റെ മഹ്ബൂബിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഞങ്ങൾക്ക് വേറെ യാതൊരു ലക്ഷ്യവുമില്ലെന്ന് റഹ്മാനായ റബ്ബേ നിനക്കറിയാമല്ലോ. അതുകൊണ്ട് നീ ഞങ്ങളെ സ്വീകരിക്കണം അല്ലാഹ്. ഞാൻ നിർത്തുന്നു, ചുരുക്കുന്നു. ബഹുമാനപ്പെട്ട താജുല്ലുലമയുടെ മദഹ് പറഞ്ഞാൽ അവസാനിക്കുകയില്ല. നമുക്കതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനുള്ളത് ഒന്ന്, ഇൽമ് നല്ലപോലെ പഠിക്കണം, പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യണം, ആരെയും ഭയപ്പെടണ്ട. ബഹുമാനപ്പെട്ട താജുല്ലുലമ എപ്പോഴും ചെല്ലാറുള്ള ബൈത്താണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ചൊല്ലുന്ന ബൈത്താണ്, ലഹുൽ ഹിമമുൻ ലാ മുൻതഹാ ലികിബാരിഹാ وهمته السورة أجل من الدهر.
അഖില ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധാരാളം ഹിമ്മത്തുകളുണ്ട്. അവിടത്തെ ചെറിയ ഹിമ്മത്ത് പോലും അജല്ലുമിനദ്ദഹ്രി, ലോകം മുഴുവനുമുള്ള ആളുകളുടെ ഹിമ്മത്തിനേക്കാൾ അത് വളരെ വലുതാണ്. ആ ഹിമ്മത്തിൽ നിന്ന് ഹിമ്മത്ത് പകർന്നെടുത്തവരാണ് അസ്ഹാബുൽ ബദർ. ഹുമുൽ ജിബാലു ബല, ഹുമുൽ ജിബാലു ബല കദ്ദഹ്രി ഫീ ഹിമ്മത്തിൻ ബൽ സാദത്തുൽ കുബറാ. ഹിമ്മത്തിന്റെ വിഷയത്തില്, മനക്കരുത്തിന്റെ വിഷയത്തില് ദഹ്റ് പോലെയാണ് ലോകത്തുള്ള എല്ലാവരുടെയും അതേ ആ ഹിമ്മത്ത് അസ്ഹാബ് ബദറിനുണ്ടായിരുന്നു എന്ന് പറയുന്ന ആ ബദരീങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് ഹിമ്മത്ത് പകർത്തിയെടുത്തവരാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ, നേരത്തെ നിങ്ങൾ കേട്ടില്ലേ എന്തൊരു ഹിമ്മത്താണ് അവിടുത്തെ ഹിമ്മത്ത്. ഞാൻ ഓർക്കുകയാണ്, ഒരൊറ്റ സംഭവം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഞങ്ങൾ രണ്ടുപേരും കർണാടക സ്റ്റേറ്റിന്റെ അങ്ങേ അറ്റത്ത് ഒരു പരിപാടി കഴിഞ്ഞ് രാത്രി വരുന്നു. ഒരു കാറിൽ വരുന്നു. വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ സഹോദരന്മാർ വഴിക്ക് കൈകാട്ടി നിർത്തിയിട്ട് പറഞ്ഞു, താജുൽ ഉലമാ അങ്ങോട്ട് പോകണ്ട, അവിടെ RSSകാരുടെ കുഴപ്പം നടക്കുകയാണ്. മുസ്ലിമീങ്ങളെ മുഴുവനും തടഞ്ഞു വെച്ചിട്ട് അവരാക്രമിക്കുന്നുണ്ട്. താജുൽ ഉലമ പറയുന്നു, നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ അവര് നമ്മളെ തടയൂല, നമ്മൾ പോവാ. ഡ്രൈവർ കുറച്ച് മടിച്ചു കളിച്ചു, വിടട കാറ്. തങ്ങൾ പറഞ്ഞു, വിടട കാറ്, ഞമ്മളെ ആരും തൊടൂല. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ മനസ്സിലാക്കണം അവിടുത്തെ മനക്കരുത്ത് എന്താണ്. രാത്രി പാതിര സമയത്ത് ഏകദേശം 1:30 മണി 2 മണി സമയമായപ്പോൾ റോട്ടിൽ വലിയ ശക്തിയായ തടസ്സം നടക്കുകയാണ്. ഒരൊറ്റ മുസ്ലിമിനെയും വിടാതെ അവിടുത്തെ RSSകാർ തടഞ്ഞു നിർത്തുകയാണ്. അവിടെ അങ്ങോട്ട് എത്തിയപ്പോ അവര് കാറ് തടഞ്ഞു. ഉടനെ തന്നെ അവരോട് പറഞ്ഞു, ഇത് ഉള്ളാളത്തെ ഗുരുക്കളാണ്. അങ്ങനെ ഇബ്രാഹിം ചേർക്കറിയാം, കർണന്റെ ഭാഷ എനിക്കറിയില്ല. ഗുരുക്കൾ എന്ന് പറയാം അവിടെ. ഇത് ഉള്ളാളത്തെ ഗുരുക്കളാണ്, ഉള്ളാളത്തെ തങ്ങളാണ് എന്ന് പറയുന്ന താമസം RSSകാരൊക്കെ എടുക്കണം, റോട്ടിൽ നിന്ന് അങ്ങോട്ട് കല്ലെടുക്ക്, വടിയെടുക്ക്, ഗുരുക്കൾ പോകട്ടെ എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഇതൊന്നും ഒരു പൊങ്ങച്ചത്തിന് പറയുന്നതല്ല, വലിയ മനക്കരുത്ത്. നമ്മളാരെയും ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ ഹിന്ദുക്കളെ ആക്രമിക്കുന്നവരല്ല, നമ്മളവരെ ഒന്നും ചെയ്യുന്നവരല്ല. പക്ഷേ ഹിന്ദുക്കളിൽ ആരെങ്കിലും ഒരാള്, നമ്മളെ കേരളത്തെപ്പറ്റി ഒന്നും പരിചയമില്ലാത്ത ഒരാള് എവിടുന്നോ വന്നിട്ട് ഇവിടുത്തെ മുസ്ലിമീങ്ങളൊക്കെ പാകിസ്ഥാനിൽ പോകണം എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ കുത്തിരിക്കുന്നവരല്ല ഇവിടുത്തെ മുസ്ലിമീങ്ങൾ. അത് പ്രത്യേകിച്ച് മനസ്സിലാക്കുന്നതും നല്ലതാണ്. ഇന്ത്യ രാജ്യത്ത് മുസ്ലിമില്ലേ ആദ്യം ഉണ്ടായത്, അല്ലേ? ഇന്ത്യ രാജ്യത്ത് ആദ്യം മുസ്ലിമാണ് വന്നത്. ഇപ്പോഴുള്ള ഇന്ത്യയല്ല, നേരത്തെയുള്ള ഇന്ത്യ. ശ്രീലങ്കയും മതി. ഇല്ലാന്ന് അവരൊക്കെ വയകൊള്ളുമ്പോ ഞാനും കൊള്ളല്ലാണ്ട്, അല്ലെ ഞാൻ കൊള്ളുമ്പോ അവരും കൊള്ളാനായിക്കോട്ടെ, എന്നാലും തിരക്കേടില്ല, എന്നാലും തിരക്കേടില്ല. അല്ല അലിനികൾ സുലൈമാൻ ഉസ്താദും ഈദന്മാരൊക്കെ മഴ കൊള്ളുമ്പോ ഞങ്ങൾ കൊള്ളട്ടെ അവർ കരുതി. ഏതായാലും അൽഹംദുലില്ലാഹ് അല്ലാഹു തആല നമുക്ക് റഹ്മത്ത് തന്ന് നമുക്ക് അത് ഇപ്പോൾ നിർത്തി തന്നിരിക്കുന്നു. അല്ലാഹു ഇനിയും നമ്മുടെ സദസ്സ് എളുപ്പമാക്കി തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. പിന്നെ അങ്ങനെ അത് ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞതാ, ഇന്ത്യ രാജ്യം ാണ് ആദ്യമായി ആദം നബി അലൈഹിസ്സലാം ഇറങ്ങിയത്. ശ്രീലങ്ക ഉൾപ്പെടുന്ന ഇന്ത്യ, ആ ഇന്ത്യയിലാണ്
ആദം നബി അലൈഹിസ്സലാം ഇറങ്ങിയത് ആദം നബി മുസ്ലിമാണ്. അതുകൊണ്ട് ഇന്ത്യ രാജ്യം ഇവിടെ ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതല്ല. ഹിന്ദുവിന് മുസ്ലിമാണ് ഇവിടെ ആദ്യം വന്ന മനുഷ്യൻ. അതുകൊണ്ട് നമ്മളെ കേരളത്തിലുള്ള ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി എവിടെന്നെങ്കിലും ഒരുത്തം വന്നിട്ട് മുസ്ലിമുകളൊക്കെ ജാവോ ജാവോ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഗോ ഗോ എന്ന് നമ്മൾ പറയും. വേറെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ആ വക ബടായൊന്നും വിടാതെ ഇന്ത്യ രാജ്യത്ത് മതസൗഹാർദ്ദവും, ഇന്ത്യ രാജ്യത്ത് മതമൈത്രിയും, ഇന്ത്യ രാജ്യത്ത് മതസഹിഷ്ണുതയും നിലനിർത്താനാണ് ഇവിടുത്തെ ഹിന്ദുക്കളും ഇവിടുത്തെ മുസ്ലിംകളും എല്ലാവരും ചിന്തിക്കേണ്ടത്. ബഹുമാനപ്പെട്ട എം.എ. ഉസ്താദ് 93-ാമത്തെ വയസ്സ് ഇപ്പോൾ അവിടത്തേക്ക് പൂർത്തിയാവുകയാണ്. അടുത്ത ദിവസം താജുൽ ഉലമയുടെ വഫാത്തിന് ശേഷം ഏകകണ്ഠമായി തെരഞ്ഞെടുക്കപ്പെട്ടു പ്രസിഡന്റായി ബഹുമാനപ്പെട്ട എം.എ. ഉസ്താദിന്. എന്താ അതിന്റെ ഇടയ്ക്ക് ചില ആളുകൾ കരഞ്ഞ വെള്ളത്തിന് മീൻ പിടിക്കാന്ന് പറഞ്ഞതുപോലെ ഗ്രൂപ്പിൽ പടംവലി, പ്രസിഡന്റിനെ ചൊല്ലിയിട്ട് വലിയ പടംവലിയാണ് മറ്റൊരാൾ. എന്ത് പടംവലി? അതൊക്കെ നേതാവില്ലാത്ത സംഘടനയിലാണ്. ഞങ്ങളെ സംഘടനയിൽ നേതാക്കളുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ സംഘടനയിൽ അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് വലിയുമില്ല, ഒരു വെള്ളം വലിയുമില്ല, ഒരു ഭിന്നിപ്പില്ല. അത് വളരെ ശക്തിയാണ്. അതുകൊണ്ട് തന്നെ ഏകകണ്ഠമായി അതാ ബഹുമാനപ്പെട്ടവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ഞാൻ പറയുന്നത് അങ്ങനെ ബഹുമാനപ്പെട്ട എം.എ. ഉസ്താദ് എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് മതസഹിഷ്ണുതയ്ക്ക് വേണ്ടി, മതമൈത്രിക്ക് വേണ്ടി. ഞങ്ങളൊക്കെ എത്ര എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായം ഒരിക്കലും മറ്റ് സമുദായങ്ങളെ ഭിന്നിപ്പിക്കുന്നവരോ അടിച്ചമർത്തുന്നവരോ നാടുകടത്തുന്നവരോ ഒന്നുമല്ല എന്ന ശബ്ദം ഈ രാജ്യത്തെ ഹിന്ദുക്കളുടെ കാതിൽ കേൾക്കണം. അവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇവിടെ നമ്മളെ കേരളത്തിൽ എന്തൊരു സമാധാന. ഈ സമാധാനമുള്ള സ്ഥലത്ത് വന്നിട്ട് ഇവിടെ മുസ്ലിമീങ്ങളൊക്കെ പാകിസ്ഥാനിൽ പോകണമെന്ന് അല്ല ടിക്കറ്റ് ഒരാൾ തരുമോ? എത്ര ഉറുപ്പിയുണ്ട് ഒരു ടിക്കറ്റിന്? അതുകൊണ്ട് അങ്ങനത്തെ ഏതെങ്കിലും ബടായിക്കാരുടെ ബടായി കേട്ട് നമ്മുടെ നാട്ടിൽ ഭിന്നിപ്പുണ്ടാവണ്ട. ഇനി സുന്നി ഐക്യം. ബഹുമാനപ്പെട്ട എം.എ. ഉസ്താദ് പ്രസിഡന്റായ ഉടനെ തന്നെ ഞങ്ങൾ പത്രസമ്മേളനം നടത്തി. അപ്പോ സുന്നി ഐക്യത്തിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അടുത്ത തെരഞ്ഞെടുപ്പിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? രണ്ട് ചോദ്യമാണ് പത്രക്കാർ ചോദിച്ചത്. ഞാൻ മുണ്ടില്ല, പുതിയ പ്രസിഡന്റ് തന്നെ പറയട്ടെ എന്ന് വെച്ചു. പ്രസിഡന്റ് പറഞ്ഞു, സുന്നി ഐക്യത്തിന് ഞങ്ങൾ എപ്പോഴും തയ്യാർ, എപ്പോഴും ഞങ്ങൾ അതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആശയം ബലിയർപ്പിച്ചുകൊണ്ടുള്ള ഐക്യം അല്ല. എം.എ. ഉസ്താദ് പറഞ്ഞു. രണ്ടാമത്തത് തെരഞ്ഞെടുപ്പ്. ഞങ്ങൾ രാഷ്ട്രീയക്കാരല്ല, അതുകൊണ്ട് ഞങ്ങൾ അതിന്റെ സമയം വരുമ്പോൾ തക്ക സമയത്ത് തക്ക തീരുമാനം എടുത്ത് ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കും. നിങ്ങളെപ്പോലെ പത്രപ്രസ്താവന ഇറക്കിക്കൊള്ളണമെന്നില്ല. ഞങ്ങൾക്ക് ചാനലുകൾ, ഞങ്ങളുടെ യൂണിറ്റ് അങ്ങനെ എല്ലാ യൂണിറ്റുകളിലും ചാനലുകളിലൂടെ അതാ ഞങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു പ്രത്യേക ചാനലുണ്ട്, അതിനെങ്ങ് എത്തിച്ചു കൊടുക്കും. അത് കഴിഞ്ഞപ്പോ ഞാൻ മെല്ലെ ചാനലുകാരോടും പത്രക്കാരോടും ചോദിച്ച്, നമ്മളെ പ്രസിഡന്റ് കഴിവുള്ള ആളാണ്, നിങ്ങൾക്കിപ്പോ തിരിഞ്ഞോ അല്ലേ എന്ന് ചോദിച്ചു. തിരിഞ്ഞോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ തിരിഞ്ഞു. അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ എത്രയോ കാലം പ്രവർത്തിച്ച് വിദ്യാഭ്യാസ ബോർഡിലും അതുപോലെ സമസ്തയിലും SYS-ലും പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായും മെമ്പറായും എല്ലാം പ്രവർത്തിച്ച് തഴക്കവും പഴക്കവുമുള്ള പ്രസിഡന്റ് തന്നെയാണ് ഞങ്ങൾ തെരഞ്ഞെടുത്തത്. താജുൽ ഉലമ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നിർത്തുന്നു. ബാക്കി പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും
എല്ലാം നിങ്ങളോട് പറയും. ഞാൻ നിർത്തുകയാണ്. അതാ ബഹുമാനപ്പെട്ട താജുൽ ഉലമ വഫാത്ത് വരെ ആ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം വഹിച്ചത് ഞാൻ നേരത്തെ നിങ്ങളോട് 2 വാക്ക് പറഞ്ഞുവല്ലോ. ഒരു സമുദായത്തിന്റെയോ ഒരു നാടിന്റെയോ നേതാവ് എന്നതിൽ കവിഞ്ഞ് ഈ രാജ്യത്തിന്റെ തന്നെ ഒരു മുഴുവൻ ജനങ്ങളുടെയും എല്ലാ വിഭാഗത്തിന്റെയും എല്ലാ മതക്കാരുടെയും ഒരു പൊതു നേതാവ് എന്ന നിലക്ക് കൂടി തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട താജുൽ ഉലമ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ വഫാത്തിന്റെ ദിവസം പരിസരത്തുള്ള എല്ലാ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുഴുവൻ ആളുകളും അവിടത്തേക്ക് പോകുന്നവരെ സ്വീകരിക്കുകയും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട യുവാക്കളോട്, സുഹൃത്തുക്കളോട്, സഹോദരങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട താജുൽ ഉലമ കാണിച്ചു തന്ന ആ മഹത്തായ മാർഗം, അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കുക. അതിന് ഒരു വിട്ടുവീഴ്ചയും ഇല്ല. ബാക്കിയുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസരം വരുമ്പോൾ പറയാം. അത് ഞാൻ നേരത്തെ പറയുന്നില്ല. ഇപ്പോഴും ഇവിടെ വന്നിട്ട് മഴതല്ലി വന്നിട്ട് കുറെ പത്രക്കാർ വളഞ്ഞു കൂടിയിട്ട് നിങ്ങൾ എന്താ തീരുമാനം ചോദിച്ചു? നമ്മുടെ തീരുമാനം ഞാൻ ഒറ്റക്ക് പറയൂല എന്നുള്ള തീരുമാനം തന്നെ. ഞങ്ങളെ തങ്ങൾ അങ്ങനെയാണ്, വാല് തലനെ നിയന്ത്രിക്കുന്ന സ്വഭാവമുള്ളവരല്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായി എല്ലാവരും ഇരുന്ന് ചർച്ച ചെയ്ത് ആവശ്യമുള്ളത് തീരുമാനിക്കുന്ന സംഘടനയാണ്. അതാണ് താജുൽ ഉലമ ഞങ്ങളെ പഠിപ്പിച്ചത്. അത് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ തുടരുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകൾ, ഇവിടെ ആവേശത്തിന്റെ പേരിലോ അഹങ്കാരത്തിന്റെ പേരിലോ ഒന്നുമല്ല നമ്മൾ സംഘടിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട താജുൽ ഉലമയോടുള്ള ബഹുമാനം, അവിടുത്തെ മാതൃക ഈ ലോകത്ത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ, ഇവിടുത്തെ ആളുകൾക്ക് പഠിക്കാൻ, എന്റെ ചെറുപ്പക്കാരായ സഹോദരങ്ങളും അതുപോലെ കാരണവന്മാരും എല്ലാവരും പഠിച്ച് മനസ്സിലാക്കി അവിടുത്തെ മാതൃകയിലൂടെ ജീവിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ ആലോചിക്കണം. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ ശക്തി. ബഹുമാനപ്പെട്ട കൊണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ നവ്വറല്ലാഹു ബർക്കതഹു, ഞാനവരെ ഓർക്കുകയാണ്. ഒരിക്കൽ ഒരു വലിയ പണക്കാരനുമായി അദ്ദേഹം തെറ്റി, വലിയ പണക്കാരനുമായി തെറ്റിക്കളഞ്ഞു. അപ്പൊ ഒരാൾ ചോദിച്ചു, അയാള് നമുക്ക് അങ്ങനെ ഗുണം ചെയ്തിരുന്നല്ലോ, അങ്ങനെ ഗുണം ചെയ്തിരുന്നല്ലോ, പിന്നെന്തിനാ നിങ്ങൾ തെറ്റിയത്? അപ്പോ കുണ്ടൂർ ഉസ്താദ് പറഞ്ഞത്, മർക്കസ് തഖാഫത്തി സുന്നിയയിലെ ശരീഅത്ത് കോളേജിൽ പഠിക്കുന്ന 1000-ഓളം വരുന്ന വിദ്യാർത്ഥികളെ ഞാൻ കുണ്ടൂരിൽ കൊണ്ടുവന്ന് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചിരുന്നു. ഇതിന് ഇയാൾ വല്ലാതെ വിമർശിച്ചു. മാത്രമല്ല, ഞാൻ ആലോചിച്ചു, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ഞാൻ ഇത്രയും അധികം ബുദ്ധിമുട്ടിയെങ്കിൽ 360 ദിവസവും 5000-ത്തിലധികം വിദ്യാർത്ഥികൾക്ക് 5 നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന ഒരു മനുഷ്യനെ എന്തിനാണ് ഇയാൾ കുറ്റം പറഞ്ഞത്? അതുകൊണ്ട് ഇനി ഞാൻ അയാളും എല്ലാം കൊണ്ടുവരുത്താതെ പറഞ്ഞതാ. മർക്കസ് തഖാഫത്തി സുന്നിയയുടെ ഹോം കെയർ പദ്ധതിയാണ് നേരത്തെ നിങ്ങളോട് PKM പറഞ്ഞത്. 2000-ത്തിലധികം ചെറിയ കുട്ടികൾ, 2 വയസ്സ് മുതൽ 10 വയസ്സിനടുക്കുള്ള കുട്ടികൾ, പിതാവ് മരണപ്പെട്ടാൽ ആ കുട്ടികളെ നമ്മൾ ഏറ്റെടുക്കുന്നു. അവർക്കാവശ്യമായ മുഴുവൻ ചെലവുകളും ചെയ്തു കൊടുക്കുന്നു. 3 മാസത്തിലൊരിക്കൽ ഓരോ സെന്ററിൽ അവരെ വിളിച്ചു വരുത്തി അവരെ രക്ഷിതാക്കളോടുകൂടി വന്ന് 3 മാസത്തെ കാശ് അവർ വാങ്ങിപ്പോകുന്നു. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലുമായി, കാശ്മീരടക്കം യുപിയിലും ബീഹാറിലും മധ്യപ്രദേശിലുമടക്കം ഹരിയാനയിലും ഒറീസയിലുമടക്കം കർണാടകത്തിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെ അങ്ങനെ ഇന്ത്യയുടെ മുഴുവൻ സ്റ്റേറ്റുകളിലും ആയി
2500-ലധികം യതീമുകൾ മാത്രം ഈ ഹോം കെയർ പദ്ധതി അനുസരിച്ച് നടത്തുന്ന പദ്ധതിയിൽ ഇന്ന് നാം വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങളിവിടെ എന്താണ് ചെയ്തിട്ടുള്ളത്? ഞങ്ങളിവിടെ എന്താണ് വഞ്ചന ചെയ്തിട്ടുള്ളത്? എന്താണ് ചതി ചെയ്തിട്ടുള്ളത്? നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കണം. ഞങ്ങൾ യാതൊരു വഞ്ചനയും ചെയ്തിട്ടില്ല. അനാഥ കുട്ടികൾ 3000-ഓളം കുട്ടികൾ, ആ ഹോം കെയറിലെ 2500-ഉം ഇവിടെ പഠിക്കുന്ന 500-ഓ അതിലധികമോ വരുന്ന ആൺകുട്ടികളും പെൺകുട്ടികളുമടക്കം യതീം മക്കൾക്കും കൂടാതെ മുതഅല്ലിമീങ്ങൾക്കുമായി 7000-ഓളം കുട്ടികൾക്ക് ഇപ്പോൾ മർക്കസിൽ ഭക്ഷണം കൊടുക്കുന്നു. 20,000 കുട്ടികൾ മർക്കസിൽ പഠിക്കുന്നു. അൽഹംദുലില്ലാഹ്, ഇന്ന് മഅദനിലെ ജുമുഅത്ത് പള്ളിയിൽ ഞാൻ ജുമുഅക്ക് കൂടി. ഞാൻ അല്ലാഹുവിനെ സ്തുതിച്ച് രഹസ്യമായി ബഹുമാനപ്പെട്ട തങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്തു. ആ പള്ളിക്ക് സഹായിച്ചവർക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്തു. കാരണം പള്ളി നിറഞ്ഞു കവിഞ്ഞു ഒഴുകി പരിസരത്തുള്ള സ്കൂളുകളെ വിദ്യാർത്ഥികളടക്കം ആ വലിയ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നു. അവിടെ എത്രയായിരം കുട്ടികളാണ് പഠിക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്ഥാപനങ്ങളിലെല്ലാം കുട്ടികളെ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ ഞങ്ങളെ സ്വന്തം വീട്ടിലേക്ക് വേണ്ടിയല്ല. ഈ രാജ്യത്തെ ജനങ്ങൾ നന്നാവണം, വിദ്യാഭ്യാസമുള്ളവരാവണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടല്ലേ ഈ ഊണും ഉറക്കുമില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്നത്. നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ള നല്ല പ്രവർത്തനത്തിന് നിങ്ങളൊക്കെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുക. ബഹുമാനപ്പെട്ട താജുൽ ഉലമയും ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം ഒക്കെ സൈനുദ്ദീൻ കുട്ടി ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി മഹാനവറുകളും അതുപോലെ നമ്മുടെ നേതാക്കന്മാരായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഖാദിർ അഹ്ദൽ അവേലത്ത് തങ്ങൾ, സയ്യിദ് ഫളീൽ പൂക്കോയ തങ്ങൾ, സയ്യിദ് ഫളീൽ ജമാലുൽ തങ്ങൾ, സയ്യിദ് ഹുസൈൻ ശിഹാബ് തങ്ങൾ തുടങ്ങി നമ്മുടെ നേതാക്കളായി മരിച്ചുപോയ സയ്യിദുമാർ, ഉലമാക്കൾ, മഹാന്മാർ അവരെല്ലാവരും ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ഇന്ന് നിങ്ങൾ സ്റ്റേജിൽ കാണുന്ന സയ്യിദുമാരെത്ര, ആലിമീങ്ങൾ എത്ര. നിങ്ങൾ നോക്കൂ, മർക്കസിന്റെ നോളേജ് സിറ്റിക്ക് തുടക്കം കുറിക്കുമ്പോ കുറ്റിയടിക്കുമ്പോ ഞാൻ പറഞ്ഞു 313 സയ്യിദന്മാരെ നമുക്ക് വിളിക്കാം. അത് താജുൽ ഉലമയുടെ കൈകൊണ്ട് കുറ്റിയടിക്കാം. അങ്ങനെ 313 സയ്യിദന്മാരെ വിളിച്ചു. പക്ഷേ സയ്യിദന്മാർ തന്നെ 1000-ഓളം അവിടെ ഒരുമിച്ചുകൂടി. എത്രയോ ജനങ്ങളും ഒരുമിച്ചുകൂടി, വിളിക്കാതെ ഒരുമിച്ചുകൂടി. താജുൽ ഉലമയുടെ കൈകൊണ്ട് മർക്കസിന്റെ വിപുലീകരണ പ്രവർത്തനമായ നോളേജ് സിറ്റിക്ക് തുടക്കം കുറിച്ചു തന്നു. സഹോദരങ്ങളെ, അങ്ങനെ നമ്മളെല്ലാവരും മഹാന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സയ്യിദുമാരെ ആദരിക്കുകയും ചെയ്യുന്നവരാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഹാറുകളെ ബഹുമാനിക്കുന്നവരാണ്. അത് ഇഷ്ടമുള്ളവർക്ക് ബഹുമാനിക്കാം. എന്റെ ജനങ്ങളോട്, എന്റെ കുട്ടികളോട്, ചെറുപ്പക്കാരോട്, എന്റെ ശബ്ദം കേൾക്കുന്നവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മക്കളെ, നിങ്ങൾക്ക് ഒന്ന് സ്വീകരിക്കാൻ സൗകര്യമില്ലെങ്കിൽ സ്വീകരിക്കണ്ട. ഞങ്ങൾ ആധാറുകളെ ബഹുമാനിക്കുമ്പോൾ അത് നിങ്ങൾക്കതിന് തയ്യാറില്ലയോ, നിങ്ങൾ സ്വീകരിക്കണ്ട. പക്ഷേ അതിനെ ചീത്ത പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഈമാൻ തെറ്റിപ്പോകരുത് കേട്ടോ. വളരെ ശ്രദ്ധിക്കണമെന്ന് മാത്രം ഞാൻ എന്റെ പ്രവർത്തകരോട് ഓർമ്മപ്പെടുത്തുന്നു. അർഹമുർ-റഹീമായ മലിക്കുൽ മുലൂക്കായ റഹ്മാനായ റബ്ബേ, ഈ ജനലക്ഷങ്ങൾ ഇവിടെ തടിച്ചുകൂടിയത് നിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുതുകിൽ നിന്ന് വന്ന അവിടുത്തെ കുടുംബ പരമ്പരയിൽപ്പെട്ട വലിയ നേതാവിനെ അനുസ്മരിക്കാനാണ്. നീ ഇത് കബൂൽ ചെയ്യണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ.
ഇവിടെ ഒരുമിച്ച് കൂടിയ സയ്യിദുമാർ, ആലിമീങ്ങൾ എല്ലാവർക്കും ഈ അങ്ങേയറ്റത്തെ വിഷമിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന അരകാതെ ഇരിക്കുന്ന ഈ ജനങ്ങൾക്ക് മുഴുവനും റഹ്മത്ത് ചെയ്യണം റഹ്മാനേ. ഞങ്ങളെ കടങ്ങളും ബുദ്ധിമുട്ടുകളും നീ തീർത്തു തരണം റഹ്മാനേ. ഈമാനും തഖ്വയും ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണം റഹ്മാനേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് ഞങ്ങൾക്ക് ഏറ്റിത്തരണം റഹ്മാനേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഉസ്താദുമാർ, ബഹുമാനപ്പെട്ടതിന്റെ കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ, അബ്ദുള്ള മുസ്ലിയാർ, സരിസോല ഉസ്താദ് തുടങ്ങി ഇമ്മിത്താലി ഉസ്താദ് തുടങ്ങി ഒരുപാട് ഉസ്താദുമായി പൊടിയാട്ട് ബാപ്പ മുസ്ലിയാർ, ഈ നാട്ടുകാർക്കറിയില്ല, കൊയിലാണ്ടിയിലെ കാളിയായിരുന്ന പൊടിയാട്ടുകാരൻ ബാപ്പ മുസ്ലിയാർ ഒരു ദിവസം റോട്ടിന്റെ സൈഡിൽ ബസ് കാത്തു നിൽക്കുന്നു. ഞാൻ കാറിൽ വന്നു, ഉടനെ നിർത്തി മഹാനവരുകളെ കയറ്റി കോഴിക്കോട്ട് ഇറക്കിത്തരാമെന്ന് പറഞ്ഞു. കാറിൽ വെച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഒത്താതെ നിങ്ങൾ നല്ല കിതാബ് തിരിയുന്ന ആലിമാണെന്ന്. എന്റെ സഹോദരി ഭർത്താവ് ഒരു ആലിമാണ്, മാക്കവിയാണ്. അദ്ദേഹം വലിയ മാക്കൂലും മങ്കൂലുമൊക്കെ അറിയുന്ന ആളായിരുന്നു. അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ വല്ലാതെ കിതാബ് തിരിയുന്ന ആളാണെന്ന്. എന്നിട്ട് എന്താണ് നിങ്ങൾ ദർസ് നടത്താതെ വീട്ടിലിരിക്കുന്നത് എന്ന് ചോദിച്ചു. അതങ്ങനെ എന്നിട്ടായിപ്പോയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പറ്റൂല, നാളെ നിങ്ങൾ മർക്കസിന് വരണം, ഞാനവിടെ മുദരീസാക്കി തരും, നിങ്ങൾ ദർസേറ്റെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പൊടിയാട്ടം ആപ്പു മുസ്ലിയാർ മർക്കസ് തഖാഫത്ത് സുന്നിയയിൽ മുദരീസായി ഏറ്റെടുത്തു. പക്ഷേ അധിക കാലം അദ്ദേഹത്തിന് ദർസ് നടത്താൻ സാധിച്ചില്ല. അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞുപോയി. അവരടക്കം നമ്മളിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും അർഹമുറാഹിമായ അല്ലാഹു പൊറുത്തു തരുമാറാകട്ടെ. അർഹമുറാഹിമായ റബ്ബേ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കൾ അതിന്റെ സ്ഥാപിത കാലം മുതൽക്ക് താജുൽ ഉലമ വരെയുള്ള എല്ലാ നേതാക്കൾക്കും മരിച്ചുപോയ മുഴുവൻ മഹാന്മാർക്കും നീ ദർജനെ ഏറ്റിക്കൊടുക്കണം റഹ്മാനേ. അവരുടെ എല്ലാ ദോഷങ്ങളും പൊറുത്തു കൊടുക്കണം റഹ്മാനേ. ഇനിയും ഒരുപാട് കാലം ആ നേതാക്കൾ പഠിപ്പിച്ചു തന്ന സുന്നത്ത് ജമാഅത്ത് അതിന് മുറുകെ പിടിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഇസ്സത്തോടെ ആഫിയത്തോടെ ദീർഘായുസ്സ് നൽകണം റഹ്മാനേ. ഞങ്ങൾക്ക് പെട്ടെന്ന് മരണം നൽകല്ലേ അല്ലാഹ്, അപകടത്തിൽ കൊടുക്കല്ലേ അല്ലാഹ്. സാഹിര്യങ്ങളെ സിഹറിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനേ. ചതിയന്മാരെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനേ. എല്ലാവിധ അപകടത്തിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം റഹ്മാനേ. ഉപകാരപ്പെട്ട സയ്യിദന്മാരുടെയും ആലിമീങ്ങളെയും മഹാന്മാരുടെയും ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയ നൂറുകണക്കായ മുതഅല്ലിമീങ്ങളുടെയും സാലിഹീങ്ങളുടെയും വാക്കിരീങ്ങളുടെയും ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഈ മജ്ലിസ് നീ പൊരുത്തപ്പെട്ട മജ്ലിസാക്കി തരണം റഹ്മാനേ. ഇതിനു വേണ്ടി സഹായം ചെയ്തിട്ടുള്ള എല്ലാ ആളുകൾക്കും ഇതിന് വളണ്ടിയർമാരായി പ്രവർത്തിച്ചവർക്കും ഈ സ്ഥലം ആരുടേതാണെന്ന് എനിക്കറിയില്ല, ആരായിരുന്നാലും ഈ സ്ഥലം അനുവദിച്ചു തന്നവർക്കും എല്ലാം നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണം റഹ്മാനേ. അവർക്കെല്ലാം നീ ഐശ്വര്യവും റാഹത്തും പ്രദാനം ചെയ്യണം റഹ്മാനേ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ മനസ്സിലുണ്ടായിരുന്നു മഴ നിന്നിട്ടേ ഞാൻ പ്രസംഗം നിർത്തൂന്ന്. പക്ഷെ അത് പറഞ്ഞിട്ടില്ല, പറയേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിന്റെ ഉള്ളിലുള്ളതും അറിയുന്ന അല്ലാമുൽ ഗൂബായ അള്ളാഹു നമുക്ക് നിർത്തിത്തന്നു. അൽഹംദുലില്ലാഹ്. അള്ളാഹു എല്ലാവർക്കും ശിഫ നൽകട്ടെ. കൊടുമുടി ഹസൻ മുസ്ലിയാർ നമ്മുടെ ഒരു പ്രവർത്തകനായിരുന്നു. അദ്ദേഹം ഇന്ന് രോഗത്തിലായി കിടക്കുകയാണ്. അള്ളാഹു ശിഫ നൽകട്ടെ. അതുപോലെ നമ്മുടെ CK ബാക്കവി ഇവിടുത്തെ പൊടിയാട്ടുകാരനായിരുന്നു എന്ന് തോന്നുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. അതുപോലെ നമ്മുടെ മലപ്പുറം ജില്ലയുടെ
പ്രധാന പ്രവർത്തകനായിരുന്ന സാദിഖ് ഹുസൈൻ അദ്ദേഹം മരിച്ചുപോയാണ്. അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, പേരോട് ഉസ്താദിന്റെ മനോഹരമായ പ്രസംഗം ആരംഭിക്കുകയാണ്.